ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എങ്ങോട്ടെന്നല്ലേ, ഇന്നൊന്ന് അലക്കാൻ പോവുകയാണ് കേട്ടോ. മലേഷ്യയിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇത്. ഇവിടെ എല്ലാം സെൽഫ് സർവീസ് ആണ് കേട്ടോ. മലേഷ്യയിൽ ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുണ്ട്. ഒരു ഏരിയയിൽ തന്നെ ഒരു 5-6 ഒക്കെ ഉണ്ട്. കാരണം ഇത് അത്രയ്ക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. ഇവിടെ മിക്കയിടത്തും ഫ്രീ വൈഫൈ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അലക്കി ഉണക്കാൻ വേണ്ടി തന്നെ 1 മണിക്കൂറോളം സമയം എടുക്കും. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ലോണ്ടറി ഷോപ്പ് ഇത്തിരി പഴയതാണ്, പക്ഷേ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിപ്പമുള്ളതും ഏകദേശം സൗകര്യമുള്ളതും ഇതാണ്. ഇത് സോപ്പൊടി ഇടാനുള്ള സ്ഥലമാണ്. ഇത് സോഫ്റ്റ്നർ ഇടാനുള്ള സ്ഥലമാണ്. നമ്മളിതിൽ കോയിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് കോയിൻ ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് 1 റിങ്കറ്റ്, 5 റിങ്കറ്റ്, 10 റിങ്കറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് മാറാൻ പോകണം 10 റിങ്കറ്റാണ്. 10 റിങ്കറ്റ് മാറുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴും ഇതിൻ്റെ അകത്തൂടെ നോട്ട് ഇടുമ്പോഴത്തേക്കും താഴെ നമുക്ക് 50 സെൻറ്റ് കോയിൻസ് നമുക്ക് കിട്ടും. കോയിൻസ് നമുക്ക് എടുത്തിട്ട് വേണം നമ്മൾ അലക്കാനുള്ള പരിപാടി തുടങ്ങാനുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ കോയിൻ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പൈസ ആയിട്ട് പിന്നീട് യൂസ് ചെയ്യാം. പക്ഷേ വേറെ ഷോപ്പുകളിൽ അവിടുത്തെ കോയിൻസ് നമ്മൾക്ക് ഒരിടത്തും യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ഇതിൽ ഷോപ്പിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിൽ ഓരോ പ്രോസസ്സിംഗ് ആയിട്ട് തുടങ്ങാം. ആദ്യം നമുക്ക് എല്ലാ തുണികളും അതിൻ്റെ അകത്തോട്ട് ഇടാം. ഞാൻ ഇന്ന് ഫുള്ള് എടുത്തിട്ടുള്ള ബെഡ്ഷീറ്റും തലേണോറൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തുണിയെല്ലാം എടുത്ത ശേഷം അത് അടച്ച് ലോക്ക് ചെയ്യണം. നമ്മുടെ തുണിയുടെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് ഏത് മെഷീൻ വേണോ തിരഞ്ഞെടുക്കാം. നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് 15 കിലോയുടെയാണ്. അതുപോലെ നമുക്ക് ചൂടുവെള്ളം വേണോ, തണുത്ത വെള്ളം വേണോ, ഏത് വെള്ളം വേണോ അത് ഇവിടെ സെലക്ട് ചെയ്ത്. അതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് നമ്മളെ റേറ്റ് മാറും. ഇനി നമുക്ക് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇത് പഴയ ഷോപ്പ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ സോപ്പ് പൊടി ഇട്ട് കൊടുക്കേണ്ടി വരണേ. പക്ഷേ പുതിയ ഷോപ്പുകളിൽ നമുക്ക് സോപ്പ് പൊടി ഓട്ടോമാറ്റിക്കായിട്ട് ആ വെള്ളത്തിൻ്റെ കൂടെ അങ്ങ് വന്നോളും. അത് കഴിഞ്ഞ് നമ്മൾ ഇതുവഴി ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വീട്ടിൽ നിന്ന് കൊണ്ടുവരിക, ഇവിടെ നിന്ന് എടുക്കുക, എന്ത് വേണോ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പൈസ ഇട്ട് കൊടുക്കാം. ഇതിൽ ഇടേണ്ട പൈസ അവിടെ സ്ക്രീനിൽ കാണിക്കും. ആ പൈസ 0 ആവുന്നത് വരെ നമുക്ക് പൈസ ഇട്ട് കൊടുക്കാം കേട്ടോ. പൈസ ഇട്ട് കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കിംഗ് ആണ്. ഇനി അരമണിക്കൂറത്തേക്ക് നമ്മൾ നോക്കാൻ വേണ്ട, അത് അവിടെ കിടന്ന് ഓടിച്ചാടി കളച്ച് നനച്ച് തന്നു. ഈ സമയം കൊണ്ട് നമുക്ക് പോയി ഒരു ചായ കുടിക്കുക, വേറെ എന്തെങ്കിലും ചെയ്തിട്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മൾ തുണിയൊക്കെ നനച്ച് കഴിഞ്ഞ് ആ സെറ്റായി ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് ഡ്രയറിൽ ഇടാനുള്ള പണി തുടങ്ങാം. ഇനി നമുക്ക് ഡ്രയറിൽ കൊണ്ടിടാം. ഡ്രയറിൽ കൊണ്ട് എല്ലാം വാരിയിട്ട് അയ്യോ ഒരു കാര്യം മറന്നുപോയി. നമുക്ക് ഓടിപ്പോയി ഒരു ഡ്രയർ സോഫ്റ്റ്നർ പോയി എടുത്തിട്ട് വരാം കേട്ടോ. അതിന് വേണ്ടി നമുക്ക് കോയിൻ ഇട്ട് കൊടുക്കുക. കോയിൻ ഇട്ട് കൊടുത്ത ശേഷം അതിൽ കോഡ് തന്നിട്ടുണ്ട്. ആ കോഡ് അങ്ങ് അടിച്ചു കൊടുക്കുക. കോഡ് അടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ സാധനം ഇതുവഴി അങ്ങ് വരും. അങ്ങനെ താഴെ അത് വീഴും. അത് കഴിഞ്ഞ് നമ്മളത് എടുക്കുകയാണ് കേട്ടോ. എടുത്ത് ഇത് നല്ല സൂപ്പറാണ് കേട്ടോ. സോഫ്റ്റ്നർ ഡ്രയർ നല്ല മണമാണ് കേട്ടോ. ഇത് തുറക്കുമ്പോൾ അതിൻ്റെ മണം കേട്ടാ എന്ത് അടിപൊളിയാണെന്നോ. നമ്മളെ തുണികൾക്കൊക്കെ നല്ല മണമായിരിക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ. അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇടുന്നത്. അങ്ങനെ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത്, ഇത് വെറും പേപ്പർ പോലെ ഇരിക്കണേ, പക്ഷെ ഭയങ്കര നല്ല മണമാണ് കേട്ടോ. അടിപൊളിയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് തുറന്നിടാണ് കേട്ടോ. ഇട്ട ശേഷം നമ്മൾ നേരെ അത് ആക്കി അതിൻ്റെ അകത്തോട്ട് വെച്ച ശേഷം നമ്മൾ ഡോർ അടച്ച് സെയിം പ്രോസസ്സ് നമ്മൾ നേരത്തെ കണ്ട അതേ പ്രോസസ്സാണ്. ഇതിലും കോയിൻസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിലും 5 റിങ്കറ്റാണ്. അതുപോലെ നമ്മൾ കോയിൻസ് എല്ലാം ഇട്ട് കൊടുത്ത ശേഷം സ്റ്റാർട്ട് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഡ്രയർ പ്രോസസ്സിങ് എല്ലാം തുടങ്ങിക്കോളും. അതുപോലെ ഇവിടെ കൂടുതലും അവർ ഡ്രയർ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യാൻ വരുന്നത്. വീട്ടിൽ നിന്ന് അലക്കി കൊണ്ടുവന്ന് ഡ്രയർ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി വരുന്നവരുണ്ട്. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ വന്ന ശേഷം ഇത് നാട്ടിലും കൂടെ വന്ന എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. വീട്ടമ്മമാർക്കും അതുപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇതും ഒരു അരമണിക്കൂറായിട്ട് എടുക്കും ഈ ഡ്രയർ. അത് കഴിഞ്ഞ് നമ്മളെ തുണി ഇവിടെ കിട്ടി, അതെല്ലാം നമ്മൾ അടുക്കി പറക്കി വെച്ചു. അത് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണേ. ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു.